എൻ്റെ പേര് അപർണ ശങ്കർ. KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം HPV വാക്സിനേഷനാണ്. നമ്മുടെ ചുറ്റും വളരെ കോമൺ ആയി കാണുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. പക്ഷേ സെർവൈക്കൽ ക്യാൻസറിന് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഈ HPV വാക്സിൻ അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഇനി എങ്ങനെയാണ് ഒരു HPV വൈറസ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്? HPV വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഒന്നെങ്കിൽ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് വഴിയോ അല്ലെങ്കിൽ സെക്ഷൽ കോൺടാക്റ്റ് വഴിയോ ആണ്. വൺസ് ഒരാളുടെ ദേഹത്തേക്ക് പകർന്നു കഴിഞ്ഞാൽ ഈ വൈറസ് രണ്ട് രീതിയിൽ മുമ്പോട്ട് പോകാം. ഒന്ന്, നമ്മളുടെ ശരീരത്തിലെ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി അതിനെതിരെ പ്രതിരോധിക്കുകയും 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ വൈറസിനെ നമ്മളുടെ ദേഹത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ചിലപ്പോൾ ഈ വൈറസ് നമ്മളുടെ ദേഹത്ത് നിന്ന് പോകാതെ ക്രോണിക്കായിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ പിന്നീട് ഒരു ക്യാൻസറായി മാറുകയും ചെയ്യുന്നു. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ക്യാൻസറുകൾ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ത്രോട്ട് ക്യാൻസർ, ലങ് ക്യാൻസർ, ഏനൽ ക്യാൻസർ എന്നിവ. ചിലപ്പോൾ ബിനൈനായിട്ട് നമ്മളുടെ ശരീരത്ത് പല ഭാഗത്തും കാണുന്ന വാർട്ടി ലീഷൻസ്, മുഖത്ത് കാണാം, കൈകളിൽ കാണാം, ചിലപ്പോൾ ഈ ജെനൈറ്റൽ ഏരിയാസിലൊക്കെ കാണുന്ന വാർട്സും HPV തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാക്സിനാണ് HPV വാക്സിൻ. HPV വാക്സിൻ എടുക്കുന്നത് കൊണ്ട് HPV വൈറസിനെതിരെയുള്ള പ്രതിരോധശേഷി നമ്മുടെ ദേഹത്ത് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ HPV വൈറസ് പല തരത്തിലാണുള്ളത്. അതിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ലോ റിസ്ക് ടൈപ്പ് ഉണ്ട്, ഹൈ റിസ്ക് ടൈപ്പ് ഉണ്ട്. ഹൈ റിസ്ക് ടൈപ്പിലുള്ള HPV വൈറസാണ് മലിഗ്നൻസീസ് അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് 2 തരത്തിലാണ്. ഒന്ന് സെർവാവാക് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന വാക്സിനാണ്. ഇത് ഒരു ക്വാഡ്രിവാലൻ വാക്സിനാണ്. അതായത് 4 തരം HPV വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷിയാണ് ഈ വാക്സിൻ നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ടുള്ളത് ഗാഡാസിൽ. ഈ ഗാഡാസിൽ നോണാവാലൻ വാക്സിനാണ്. അതായത് 9 തരം HPV വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി അതിനുണ്ടാക്കാൻ സാധിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് എടുക്കുന്നത്? ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? HPV വൈറസിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൽ കോൺടാക്റ്റ് വഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് പകരുന്നത്. ഐഡിയലി സെക്ഷൽ കോൺടാക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഷെഡ്യൂൾ അനുസരിച്ച് 9 വയസ്സ് മുതൽ തന്നെ വാക്സിനേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൺകുട്ടികളും പെൺകുട്ടികളും വാക്സിനേറ്റഡ് ആകേണ്ടതാണ്. 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഇത് എടുക്കേണ്ടത്. ഇനി 26 വയസ്സ് കഴിഞ്ഞ് ഇത് എടുക്കാമോ? 27 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വാക്സിനേഷൻ എടുക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ എടുക്കുന്ന അത്രയും ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഈ വാക്സിനേഷൻ ഷെഡ്യൂൾ എങ്ങനെയാണ്? എത്ര ഡോസ് എടുക്കണം എന്നുള്ളത് ഏത് വയസ്സിലാണ് നമ്മൾ ഡോസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നനുസരിച്ചാണ് ഇരിക്കുന്നത്. ലെസ് ദാൻ 15 ഇയേഴ്സ് ആണ് ഫസ്റ്റ് ഡോസ് എടുക്കുന്നതെങ്കിൽ 2 ഡോസസ് എടുത്താൽ മതി. ഫസ്റ്റ് ഡോസ് ഇന്ന് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡോസ് 6 മന്ത്സിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇനി മോർ ദാൻ 15 ഇയേഴ്സ് ആണ് നമ്മൾ ഡോസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 3 ഡോസസ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 2 മന്ത്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് എടുക്കുക. തേർഡ് ഡോസ് എടുക്കുന്നത് 6 മന്ത്സിന് ശേഷമാണ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് 3 ഡോസും 1 വർഷത്തിനുള്ളിൽ തന്നെ എടുത്ത് തീർക്കണം. അതുകൂടാതെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും തമ്മിൽ ഒരു 1 മന്ത് ഗ്യാപ്പെങ്കിലും വേണം. ഈ വാക്സിനേഷന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ? ഇത്രയും കാലം ചെയ്തിരിക്കുന്ന പഠനങ്ങൾ അനുസരിച്ച് പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ സാധാരണയായി ഏത് മരുന്നിനും കാണുന്ന അലർജിക് റിയാക്ഷൻ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ HPV വാക്സിനേഷൻ എടുത്താൽ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് പാപ്സ്മിയർ വഴി ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? വാക്സിനേഷൻ എടുത്താലും ക്യാൻസർ സ്ക്രീനിങ് കണ്ടിന്യൂ ചെയ്യണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 4 തരം അല്ലെങ്കിൽ 9 തരം HPV വൈറസിനെതിരെ മാത്രമേ പ്രതിരോധം ഈ വാക്സിനിലൂടെ കിട്ടുന്നുള്ളൂ. മറ്റ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഒന്നുകൂടി HPV വാക്സിൻ എടുക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.